ഒരു മാസം ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഒരു 16 to 17 hours എന്തായാലും പഠിച്ചിരിക്കണം. കാരണം പബ്ലിക് എക്സാം എഴുതുന്ന ലാഘവത്തിൽ ഒരിക്കലും എൻട്രൻസ് എക്സാമിനെ കാണാൻ പാടില്ല. MBBS കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് നീറ്റ് എക്സാം ആണ് ഏറ്റവും വലിയൊരു കടമ്പ. അത് ക്രാക്ക് ചെയ്യാനും വളരെ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ അത് എത്രമാത്രം ടഫായിരിക്കും എന്നുള്ളതും അതെങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. 2024 നീറ്റ് എക്സാം എഴുതിയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് നമ്മളെ അടുത്തുണ്ട്. അവരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം എത്രമാത്രം ഇത് പ്രിപ്പയർ ആവണം എന്നുള്ളതും ഇങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചും. ഹായ് ഹിബ, ഇപ്പോൾ നീറ്റ് എക്സാം വരാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം 25 ലക്ഷം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വർഷം അതിനേക്കാൾ കൂടാനാണ് ചാൻസ്. നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ എക്സാമിൽ വരാൻ പോവുകയാണ്. സോ അപ്പോൾ ഒരു കുട്ടി ഒരു ദിവസം നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എത്രമാത്രം പ്രിപ്പയർഡ് ആവണം, എത്ര ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, ഒരു 10 to 16 hours വരെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തരാണെങ്കിൽ ഈ വരാൻ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നല്ലൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇനിയിപ്പം ഒരു മാസം ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഒരു 16 to 17 hours എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഇപ്പം വേണ്ടത് ശരിക്കും ഇന്റൻസ് റിവിഷൻ എന്നുള്ള കാര്യമാണ്. ഇപ്പം നീറ്റിന് ശരിക്കും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് ഓരോ കുട്ടീനനുസരിച്ചിരിക്കും, ഓരോ സ്റ്റുഡൻറ്റിനനുസരിച്ചിരിക്കും എത്ര മണിക്കൂർ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ചില കുട്ടികൾക്ക് 16 hours to 17 വേണ്ടി വരും, ചിലർക്ക് ഒരു 10 to 12. അത് ലൈക്ക് നമ്മളുടെ കാലിബർ അനുസരിച്ചിരിക്കും. ഇനിയിപ്പം എക്സാമിന് ഒരു മാസമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഒരു 16 to 17 hours എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കണം. ഈ ടൈമിലാണ് നമുക്ക് ഏറ്റവും ഇന്റൻസ് റിവിഷനും കൂടുതൽ എക്സാം കൊടുത്ത് അതിൽ വരുന്ന മിസ്റ്റേക്ക് ഒക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ടൈം. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് തന്നെ സമയം ചെലവഴിക്കണം. പിന്നെ കൂടുതലും ഈ ഒരു ടൈമിൽ എക്സാം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മോക്ക് ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണോ ഉദ്ദേശിക്കുന്നത്? മോക്ക് ടെസ്റ്റുകൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും മോക്ക് ടെസ്റ്റ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. കാരണം എന്നാലേ നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് മിസ്റ്റേക്ക് വരുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചിലപ്പം നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല നമ്മൾ ഏത് ഭാഗത്താണ് വിട്ടു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നമ്മൾ ആക്ച്വലി ശരിക്കും അറിയാത്തത് നമുക്ക് മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ നമ്മൾ എക്സാം എഴുതണം. എക്സാം എഴുതിയിട്ട് തെറ്റിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പം മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ഒരു പ്രിപ്പറേഷൻ, അതായത് അവർക്കൊരു സാമ്പിൾസ് കിട്ടാനായിട്ട് എന്തെങ്കിലും ടൂൾസ് എന്തെങ്കിലും അതിലുണ്ടോ? അതോ നമ്മൾ എന്തെങ്കിലും റെഫറൻസ് ഇപ്പോൾ ഗൂഗിളിലാണോ? എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ്? ഹിബ എങ്ങനെയായിരുന്നു മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിരുന്നത്? ഞാൻ എക്സാം സെന്ററിൽ എൻ്റെ കോച്ചിങ് സെന്ററിൽ പോയിട്ടായിരുന്നു മോക്ക് ടെസ്റ്റ് എഴുതിയിരുന്നത്. അത് ഇപ്പോൾ പല കുട്ടികളും സ്വന്തമായിട്ട് തന്നെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇപ്പോൾ എക്സാം സെന്റേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്വന്തമായിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് തരാൻ കഴിയും? ഇപ്പം അവർക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓൺലൈൻ റിസോഴ്സ് ഉണ്ട്. അവർക്ക് അതിൽ കയറിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഏതൊക്കെയാണ്? അതായത് ഗൂഗിളിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാതോ? ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്താലും ഒരുപാട് കിട്ടും. നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തുതരാൻ പറ്റുന്ന. അത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ ലാസ്റ്റ് പാസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് വർഷങ്ങളായിട്ട് പാസ്റ്റ് ഇയേഴ്സിന്റെ റെഫറൻസ് എടുത്താൽ മതി. ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതൊക്കെ സബ്ജക്ട്സുകളാണ് നീറ്റിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? 3 സബ്ജക്റ്റ് ആണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ ഒരു 3 സബ്ജക്ട്സ് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ജനറൽ ആയിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നീറ്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഹിബ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എത്രമാത്രം ടൈം ടേബിൾ വെച്ചിരുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്, എത്ര സമയം ഒരു ദിവസമൊക്കെ? എൻ്റെ ശരിക്കും ഡിപ്പെൻഡഡ് ആയിരുന്നു. ലൈക്ക് പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 to 12 hours മിനിമം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഞാൻ ഷെഡ്യൂൾ വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഓരോ സബ്ജക്റ്റിനും ഇത്ര സമയം എന്ന് അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. ഞാൻ ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കും. ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് എന്താണോ എടുത്തത് അത് പഠിക്കും. പിന്നെ അത് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെയാണ് എല്ലാ ദിവസവും ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ ഹിബക്ക് ഉണ്ടായിരുന്ന എക്സാം ഡേ അന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? നീറ്റ് എക്സാമിൻ്റെ അന്ന് ലൈക്ക് എനിക്ക് നോർമലായിരുന്നു, അധികം ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പ്രിപ്പയർ ചെയ്തത് വെച്ചിട്ട് പോയി എക്സാം എഴുതി. അപ്പം എനിക്ക് ചില സമയത്ത് നമ്മൾ പഠിച്ചു കഴിയുമ്പം നമുക്ക് ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നുന്ന സമയത്ത് എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് ഒരു വിഷൻ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്തിരുന്നു. അപ്പം അതുപോലെ ഞാൻ ചെയ്തു. ലൈക്ക് ഫ്യൂച്ചറിൽ എനിക്ക് എന്താവണം എന്നുള്ള ഒരു സംഭവം എന്നും കാണുമ്പോൾ എനിക്ക് അതിലേക്ക് എത്താനൊരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പം എത്ര ഡൗൺ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാലും ഇതൊന്ന് കാണുമ്പോൾ ആക്ച്വലി എനിക്ക്
ഭയങ്കര Inspire ആവും. ഇൻസ്പയർ. Means വിഷൻ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ നമുക്ക് ആവാൻ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രീം, നമ്മളുടെ വിഷൻ എന്താണോ അത് നമ്മൾ പിക്ചേഴ്സ് ആക്കിയിട്ട് ഒരു ബോർഡിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലൈക്ക് അതെപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതായി മാറും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് വിഷൻ ഒരു ബോർഡ്. റൂം എല്ലാം സെറ്റ് ചെയ്തിരുന്നു, ടേബിൾ എങ്ങനെയാണ് ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയായിരുന്നു സ്റ്റഡീസിന് വേണ്ടിയിട്ട്? ഞാൻ ഒരു റൂമിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ടേബിള് ഇപ്പോൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്കൊരു ടൈം മാനേജ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ എങ്ങനെ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം? ചില കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കാം, അവർക്ക് ഒരു അഡ്വൈസിന് ആവശ്യമില്ലായിരിക്കാം. ചില കുട്ടികൾ ഇതിനെപ്പറ്റി അറിയണമെന്ന് ഇവിടെ ആഗ്രഹമുണ്ട്, എത്ര മണിക്കൂർ ഞാൻ പഠിച്ചാൽ ശരിയാവുക, ഇത് അത്ര ഡിഫിക്കൽട്ടിയാണ് എക്സാം എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഒരു ഫിയർ ഉണ്ടാവും. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയം ഇത് മച്ച് ഇനഫ്, അതല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ടോ, ഞാൻ പഠിക്കുന്ന സമയം വളരെ കുറവാണോ, എത്രമാത്രം സമയത്തിന് വേണ്ടി വരും എന്നുള്ളത് പല കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഹിബോ പഠിച്ചിരുന്ന ഹവേഴ്സ് എത്രയാണ് ആക്ച്വലി? ഇപ്പോൾ അത്യാവശ്യം നീറ്റ് എക്സാമിൽ അത്യാവശ്യം മാർക്ക് അച്ചീവ് ചെയ്തിട്ടുള്ള ആളെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇപ്പോൾ എത്ര ഹവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും ഒരു ദിവസം? അത് ശരിക്കും ഓരോ കുട്ടി അനുസരിച്ച് ഡിപ്പെൻഡ് ആയിരിക്കും എത്ര ടൈം പഠിക്കണം എന്ന് കഴിഞ്ഞാൽ. അത് ലൈക്ക് അത് നമ്മളിപ്പം പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ പഠിച്ച സംഭവം റിവൈസ് ചെയ്യണം. പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ടെസ്റ്റ് എഴുതണം, ടെസ്റ്റിൽ നമുക്ക് വരുന്ന മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യണം, അതൊന്നും കൂടെ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് ആക്ച്വലി ഡിപ്പെൻഡ് ആണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ട്. ഒരു എക്സാക്ട് കണക്ക് പറയാൻ ആവില്ല, ലൈക്ക് അത് ഡിപ്പെൻഡ് ആണ്. അത് ഓരോരുത്തരും ഇതനുസരിച്ചിട്ട് വാരി ചെയ്യും. നീറ്റ് എക്സാമിന് ഏത് സമയത്താണ് വളരെ സീരിയസ് ആയി തോന്നിയത്? എപ്പോഴാണ് ഒരു സീരിയസ് ടൈം ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അറ്റ് ദ എൻഡ് എപ്പോഴാണത് റിയലൈസ് ചെയ്തത്? ടൈം വളരെ റഷായി തോന്നിയത്? അത് കാണുന്ന കുട്ടികൾക്ക് അവരൊരു കംഫർട്ട് സോണിലൂടെയാണ് പോകുന്നത്, ആ ഒരു ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. എപ്പോഴാണ് ഒരു സീരിയസ് ആയിട്ട് തോന്നിയൊരു സമയം ഏതാണ്? ഇപ്പോൾ മെയിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ മാസം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കേണ്ടവരാണോ, അതോ വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ടൈമാണോ എന്നുള്ളത്? ഈ ഒരു മന്ത് ഒരിക്കലും കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റിയ ഒരു ടൈം അല്ല. കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 3 months എങ്കിലും നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിച്ചാലേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ലാസ്റ്റത്തെ മന്ത് എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ മടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ പഠിക്കാൻ മൂടില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ഒന്നും എഴുതാനും പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടൈമാണ്. ഇൻറ്റൻസ് റിവിഷൻ, ഇൻറ്റൻസ് മോക്ക് ടെസ്റ്റ് കൊടുക്കുക, അത് റെക്ടിഫൈ ചെയ്യുക, അത് പിന്നെയും പഠിക്കുക. ഈ ഒരു സൈക്കിളിൽ കൂടെ കടന്നു പോയിട്ട് വേണം ഈ ഒരു ലാസ്റ്റത്തെ മന്ത് ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു റിവിഷൻ എന്ന് പറയുമ്പോൾ റിവിഷൻ ചെയ്യേണ്ട സമയം ഒരു 1 month മൊത്തം റിവിഷന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു കുറച്ച് ഡേയ്സ് ആണോ റിവിഷൻ ചെയ്തിരുന്നത്? അല്ല, നമ്മൾ ലാസ്റ്റത്തെ ഒരു മന്ത് എന്നല്ല, ആക്ച്വലി ലാസ്റ്റത്തെ 3 മാസം എന്നുള്ളത് നമ്മൾ റിവിഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. ശരിക്കും ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ടല്ലേ? ലാസ്റ്റ് ഒരു 5 months കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നീറ്റ് ആസ്പിരന്റ് ശരിക്കും ഒരു മന്ത്സുകൾ ഡിവൈഡ് ചെയ്യണം, ശരിയല്ലേ? ലാസ്റ്റത്തെ ഒരു 1 to 2 months എന്ന് പറയുന്നത് അവർക്ക് റിവിഷൻ അല്ലെങ്കിൽ ഒരു 1 month ഇറ്റ്സ് ഇനഫ്. വൺ മന്ത് ഇസ് ഇനഫ്, മോർ ദാൻ ഇനഫ്. ബട്ട് സ്റ്റിൽ ഒരു നമുക്ക് നമ്മളുടെ സീറ്റ് സെക്യൂർ ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻസ് തോട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു 3 മാസം മിനിമം റിവിഷൻ ചെയ്തിരിക്കണം. കാരണം നമ്മൾക്ക് കിട്ടുന്ന സീറ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അത്രയും റിവിഷൻ കൊടുത്ത് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല, ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല എന്നുള്ളൊരു ഇത് ഉണ്ടായിരിക്കണം. തോന്നലുണ്ടോ? ഓക്കെ. ഇപ്പോൾ റിപ്പീറ്റ് ആയിരുന്നോ? സൂപ്പർ റിപ്പീറ്റ് ആണോ, അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ +2 കഴിഞ്ഞതിന് ശേഷം ഒരു ക്രാഷ് കോഴ്സ് ചെയ്തിട്ടാണോ, എങ്ങനെയാണ്? ഞാൻ 12th കൂടെ ലോങ് ടേം കോഴ്സ് ചെയ്തായിരുന്നു ഓൺലൈനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം 12th കഴിഞ്ഞിട്ട് ഒരു വട്ടം അറ്റംപ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഒരു വർഷം ഡ്രോപ്പ് എടുത്തു. എന്നിട്ടാണ് എക്സാം എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു മിസ്റ്റേക്ക് ബുക്കിന്റെ ഒരു കേസ് പറഞ്ഞു. ഈ മിസ്റ്റേക്ക് ബുക്സ് എന്താണ്? എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായി. മിസ്റ്റേക്ക് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്ത് എന്ന് ആക്ച്വലി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ മനസ്സിലാവില്ല. അപ്പം നമ്മൾ എക്സാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് തെറ്റും. ആ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മളൊരു നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും റിവൈസ് ചെയ്യുന്നതിനാണ്, അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേകം ഒരു ബുക്ക് ഉണ്ടാക്കും. അതിനാണ് നമ്മൾ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് ഇനിയും പ്രിപ്പറേഷൻ വേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റും. അപ്പം മാക്സിമം നമ്മളുടെ മിസ്റ്റേക്ക് കുറക്കുക എന്നുള്ളതാണ് മിസ്റ്റേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. എക്സാമിന്റെ സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഈ എക്സാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാം കുട്ടികൾക്ക് അറിയാൻ ചാൻസ് ഇല്ല. ഇപ്പം മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇൻസൈഡ് ദ എക്സാം ഹാൾ എക്സാം വന്നിട്ട് ഇത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണോ, നമ്മൾ
ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതാണ്. എങ്ങനെയാണ് എക്സാമിൻ്റെ ആൻസറിങ് എങ്ങനെ വരുന്നത്? MCQ പാറ്റേൺ ആണ് ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. ആൻസർ ചെയ്യേണ്ടത് ബബ്ലിംഗ് ടൈപ്പ് ആണ്. മോഡലാണ്. പിന്നെ OMR ഷീറ്റ് ഒരിക്കലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. OMR ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിൽ അവർ നമുക്ക് പെന്ന് പ്രൊവൈഡ് ചെയ്യും. എൻ്റെ തന്നെ ബ്ലാക്ക് കളർ പെന്ന് പ്രൊവൈഡ് ചെയ്യും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പെൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ പോവാ. അപ്പോൾ എക്സാം ഹാളിൽ അലൗഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് എന്താണ്? നമ്മൾ അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കണം? നമുക്ക് ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും പറ്റുന്നുണ്ടാവുക. പ്രിന്റഡ് ആയിട്ടുള്ള ഒന്നും പറ്റില്ല. പിന്നെ മെറ്റൽ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്ത ഡ്രസ് ഒന്നും പറ്റില്ല. പിന്നെ മാക്സിമം സിമ്പിൾ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഹിജാബ് ധരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇല്ല, യാതൊരു പ്രശ്നമില്ല. അത് അവർ ചെക്ക് ചെയ്യും. അതിനൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവർ അലൗ ചെയ്തിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ അവർ ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ടാവും. ഇത് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നീറ്റ് എക്സാമിന്റെ മിനിമം പാസ് മാർക്ക്, മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് എത്രയായിരുന്നു? അത് കാറ്റഗറി അനുസരിച്ച് മാറും. ഇപ്പം ജനറൽ കാറ്റഗറി ആണെങ്കിൽ ലാസ്റ്റ് 164 ആയിരുന്നു. ഇപ്പം SC OBC ST കാറ്റഗറിക്ക് ആണെങ്കിൽ 129 ആണ്. അത് each year മാറും. ഇപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുന്ന അനുസരിച്ചിരിക്കും. ഓക്കെ, ഹിബയുടെ എക്സാം ഡേ ആണ്. അതല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു കോമൺ മിസ്റ്റേക്സ് എന്തായിരുന്നു? ഇപ്പോൾ കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ആ ഒരു ആൻസർ ഈ രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ടൈം കുറച്ചുകൂടെ മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു, ഒരുപാട് സമയം സ്പോയിലായി പോയിട്ടുണ്ടോ എക്സാമിൻ്റെ അന്ന്? എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി റിവൈസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ മിസ്റ്റേക്ക് ബുക്ക് ഒന്നും കൂടി അനലൈസ് ചെയ്ത് അതന്നെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നപ്പോൾ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നി. ഹിബയുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? ഇപ്പോൾ ചില കുട്ടികൾക്ക് ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടാവും, അപ്പോൾ അതന്നെ മാക്സിമം ടൈം കൊടുത്ത് പഠിക്കും. അതൊരു റോങ് ആയിട്ടുള്ള രീതിയാണോ, അതല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ടോ? ഏതായിരുന്നു സബ്ജക്ട്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. ബയോളജിയിൽ സുവോളജി ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പോൾ എൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിച്ചത് ബയോളജി ആയിരുന്നു. പക്ഷെ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സബ്ജക്റ്റും ബാലൻസ് ചെയ്തിട്ട് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരേപോലെ തന്നെ 3 സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതല്ലാതെ ഇന്ന സബ്ജക്ട്സിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്? അതൊരു കൂടുതൽ ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്നാണ് വരിക. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇമ്പോർട്ടൻസ് ബാക്കിയുള്ള സബ്ജക്റ്റിനും കൊടുത്ത് അലോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആക്ച്വലി നീറ്റിൽ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ്? ടോട്ടൽ ക്വസ്റ്റ്യൻസ് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ 180 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ബബ്ലിംഗ് തന്നെയാണ് അല്ല? ബബ്ലിംഗ് തന്നെയാണ്. പ്രത്യേകിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ട ഒന്നുമില്ല. 180 ക്വസ്റ്റ്യൻസ് കമ്പൽസറിലി അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഇപ്പം ഒന്നും ആൻസർ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് വരില്ല. പക്ഷെ ഇപ്പം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് അത് തെറ്റാണെങ്കിൽ നമുക്ക് അതിന് നെഗറ്റീവ് മാർക്ക് വരും. ഓക്കെ, ഈ നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് ഒന്ന് കറക്റ്റായിട്ടൊന്ന് പറയാം. കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഈ നെഗറ്റീവ് മാർക്ക് ഇത് എങ്ങനെയാണ്. ഇപ്പം 200 മാർക്ക് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് മാർക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി അത് അടുത്ത് ശരിയാക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റി, അപ്പോൾ നെഗറ്റീവ് മാർക്കിന്റെ ബാലൻസ് എങ്ങനെയാണ് അത് വരുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. 4 മാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, അത് തെറ്റിക്കഴിഞ്ഞാൽ നേരത്തെ ശരിയാക്കിയിരുന്ന 4 മാർക്കിൽ 1 മാർക്ക് കുറയും. അങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഓക്കെ, മിനിമം ക്വാളിഫൈഡ് ആവാനുള്ള മാർക്ക് എത്രയായിരുന്നു നീറ്റ് എക്സാമിന്റെ? അത് ഓരോ വർഷം അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഈച്ച് ഇയർ കാറ്റഗറി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹിബ കേരളത്തിന് പുറത്താണ് പഠിക്കുന്നത്, ചെന്നൈയിലാണ്. അപ്പോൾ ഹിബ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വർഷം വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ട കാര്യം? അതായത് ഇപ്പോൾ വിദേശത്ത് MBBS പഠിക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് കൺട്രികൾ കുറഞ്ഞ ബഡ്ജറ്റുകളിലും നല്ല അക്രഡിറ്റേഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ സെലക്ട് ചെയ്യേണ്ട കാര്യം? ആക്ച്വലി ഞാൻ അബ്രോഡ് MBBS നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂറോപ്യൻ കൺട്രീസും സെൻട്രൽ ഏഷ്യൻ കൺട്രീസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് പോളണ്ട് ആയിരുന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ സീറ്റ് കിട്ടിയ കാരണം ഇവിടെ തന്നെ
പ്രൊസീഡ് ചെയ്തു. എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസും ഇപ്പം അബ്രോഡ് പോകാൻ വേണ്ടി റെഡി ഈ വർഷം അബ്രോഡ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് എന്താണുള്ളത്? അഡ്വൈസ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി വെക്കുക. പിന്നെ നമ്മളൊരിക്കലും പബ്ലിക് എക്സാം എഴുതുന്ന ലാഘവത്തിൽ ഒരിക്കലും എൻട്രൻസ് എക്സാമിനെ കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് തോന്നിയ സമയത്ത് പഠിച്ച് ഇന്ന പോലെ എക്സാം എഴുതാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് സ്കെഡ്യൂൾ വെച്ച് ടൈമിങ്ങിനനുസരിച്ചിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നീറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് പെയിന്റിങ്സുകൾ ഉണ്ട്, ഒരുപാട് അക്രലിക് പെയിന്റ്സുകളുടെ കളക്ഷൻ. ഇത് ഇപ്പോൾ തന്നെയാണോ വരക്കുന്നത്? അതെ, ഇതൊക്കെ ഞാൻ തന്നെ വരച്ചതാണ്. പെയിന്റിംഗ് ഉള്ളത് എനിക്കൊരു പാഷനാണ്. ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പെയിന്റിങ് ചെയ്യാറുണ്ട്. അതിന് ഞാൻ പെയിന്റിങ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്, സെല് ചെയ്യാറുണ്ട്. അപ്പോൾ ഹിബ, ഒരുപാട് നന്ദി ഹിബയുടെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസും ഇൻഫർമേഷനും ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പെർഫോം ചെയ്യാം.